ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും യു.എസ്. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യു.എസിൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയതും H-1B വിസ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതും മൂലം ഉഭയകക്ഷി ബന്ധത്തിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച നടന്നത്. ന്യൂയോർക്കിൽ വെച്ച് മാർക്കോ റൂബിയോയെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. നിലവിൽ ആശങ്കകൾ നിലനിൽക്കുന്ന നിരവധി വിഷയങ്ങൾ ഞങ്ങളുടെ സംഭാഷണത്തിൽ ചർച്ചയായെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. ജൂലൈയിൽ വാഷിംഗ്ടൺ DC-യിൽ ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനിടയിലാണ് ഇതിനു മുമ്പ് ജയശങ്കറും റൂബിയോയും കൂടിക്കാഴ്ച നടത്തിയത്. വ്യാപാര ചർച്ചകൾക്കായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സംഘവും യുഎസിലുണ്ട്. യുഎസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്വീറുമായി തിങ്കളാഴ്ച ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാർച്ച്, മെയ് മാസങ്ങളിൽ നടന്ന കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഈ വർഷം ഇരു നേതാക്കളും തമ്മിലുള്ള മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ഈ വർഷം ഫെബ്രുവരിയിൽ അമേരിക്കയുമായി വ്യാപാര ചർച്ചകൾ ആരംഭിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. മാർച്ച് മുതൽ ജൂലൈ വരെ 5 റൗണ്ട് ചർച്ചകളായാണ് നടന്നത്. അതേസമയം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയ H-1B വിസയ്ക്കുള്ള ഫീസ് വർധനവിൽ നിന്ന് ഡോക്ടർമാരെ ഒഴിവാക്കിയേക്കുമെന്ന് സൂചനയുണ്ട്. വൈറ്റ് ഹൌസ് വക്താവ് ടെയ്ലർ റോജേഴ്സിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബെർഗ് ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. H-1B വിസയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഒപ്പുവെച്ച ഉത്തരവ് ഡോക്ടർമാർക്കും മെഡിക്കൽ റെസിഡന്റുമാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഇളവ് നൽകുവാൻ സാധ്യതയുണ്ടെന്ന് റോജേഴ്സ് പ്രതികരിച്ചു. H-1B വിസയ്ക്കുള്ള ഫീസ് $1 ലക്ഷം ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ കഴിഞ്ഞയാഴ്ചയാണ് ട്രംപ് ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള പ്രൊഫഷണലുകൾക്ക് വൻ തിരിച്ചടിയാകുന്നതാണ് യുഎസിന്റെ തീരുമാനം. എന്നാൽ വർധന പുതിയ അപേക്ഷകരെ മാത്രമേ ബാധിക്കുകയുള്ളൂവെന്നും നിലവിലെ H-1B വിസക്കാരും H-1B വിസ പുതുക്കുന്നവരും ഈ ഫീസ് നൽകേണ്ടതില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ H-1B വിസയ്ക്ക് 1.49 ലക്ഷം മുതൽ 4.4 ലക്ഷം രൂപ വരെ മാത്രമായിരുന്നു ചിലവ്. എന്നാൽ ഇപ്പോൾ ഈ തുക 88 ലക്ഷം രൂപയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഓരോ വർഷവും അനുവദിക്കുന്ന H-1B വിസയിൽ ഭൂരിപക്ഷവും നേടുന്നത് ഇന്ത്യക്കാരാണ്.